ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു റെസിപ്പി സേമിയ ഉപയോഗിച്ചിട്ടുള്ള ഒരു പക്കവടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പലതരത്തിലുള്ള പക്കവട നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിൽ, നമ്മൾ സേമിയ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വറുക്കാത്ത സേമിയ ആയാലും വറുത്ത സേമിയ ആയാലും പ്രശ്നമില്ല. ഞാൻ എന്നിട്ട് ഒരു കപ്പ് സേമിയ ഒന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു 2 മിനിറ്റ് അത്രേ വേണ്ടി വരും. അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം ഒന്ന് വെന്ത് ഉടഞ്ഞു പോകണ്ട, നമ്മൾ ഇതാ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് ഇത് ഊറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വെള്ളം ഊറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു ചോപ്പറിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ സവാള, ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കുറഞ്ഞ അളവിൽ മതി നമ്മൾ സവാളയൊക്കെ ചേർക്കുന്നത്, കാരണം നമ്മുടെ സേമിയൻ്റെ ആ ടേസ്റ്റ് ആയിരിക്കണം മുന്നിട്ട് നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ സേമിയല്ലേ എന്ന്, പക്ഷേ വിചാരിച്ചതിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഇതാ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക് ഇത് മിശ്രിതം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് മസാലപ്പൊടികൾ കൂടി വേണം കേട്ടോ. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ കായം ഉണ്ടെങ്കിൽ കായം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കായം കൂടി ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇതിൽ ഞാൻ 1/4 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് നിറച്ചും കടലമാവ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം റവയില്ലേ, വറുക്കാത്ത റവ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ സേമിയ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വെള്ളം കൂട്ടണം എന്നില്ല. അഥവാ വെള്ളം കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കുക. ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇനി ഇത് നല്ല ചൂടായ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള പക്കവട, സേമിയ പക്കവട നിങ്ങൾ കാണുന്നതിനേക്കാളും നല്ല അടിപൊളിയാണ്. നല്ല കഴിക്കാൻ ഇത് മയോണൈസും സോസൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പിനെസ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ സംഭവം സേമിയ ഇവിടെ ബാക്കി ഉണ്ടായിന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതുകൊണ്ട് പായസം ഈ ചൂട്ടിന് പറ്റൂല, പിന്നെ ചായക്ക് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അടിപൊളി സക്സസ് ആയിട്ടുണ്ടായിന്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ എന്നെ പോലെ സേമിയൊക്കെ വാങ്ങിയിട്ട് ബാക്കിയായിട്ട് ഇതെന്താ ചെയ്യണ്ടേ, കളയാനും മനസ്സിലെന്ന സേമിയ ആക്കാനും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്, നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല പോലെ ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ നോർമലി പക്കവട ചെയ്തെടുക്കുന്ന മാതിരി തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ തിരിച്ചു മറിച്ച് ഇടുന്ന സമയത്ത് നല്ല ക്രിസ്പിനെസ് നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഭയങ്കര ഉറപ്പാണോ, കഴിക്കാൻ പറ്റൂല എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല, നല്ല ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക്, നല്ല ക്രിസ്പിനെസ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് പരീക്ഷിച്ചിട്ട് സക്സസ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക കേട്ടോ. എങ്കിലേ ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടിരുന്നോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലാന്നോ കമൻറ്റ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ളവർക്കത് കാണുമ്പോൾ കമൻറ്റ് നോക്കിയിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ട്രൈ ആക്കണ്ടെന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ ട്രൈ ആക്കണം എന്ന് തോന്നും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാം ഞാനിതാ നല്ല 2 ഭാഗവും നല്ല പോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ അത്യാവശ്യം വലിയ പാനായതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ഇട്ടെടുക്കാനുള്ള ക്വാണ്ടിറ്റിയേ ഉണ്ടായിട്ടുള്ളൂ. കുറഞ്ഞ അളവിലല്ലേ, ഞാനിപ്പോൾ 1 കപ്പ് അളവിലല്ലേ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. വെറൈറ്റി സ്നാക്സൊക്കെ പരീക്ഷിച്ച് നോക്കാൻ ആഗ്രഹമുള്ളവർ ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ചൂടൊക്കെ കഴിഞ്ഞ് മഴക്കാലത്തൊക്കെ എന്തായാലും ചായൻ്റെ കടി നിർബന്ധമാണല്ലോ. അപ്പോൾ ഒക്കെ ഉണ്ടാക്കി നോക്കുക മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇത്രയായി കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്,
പുറത്ത് നല്ല ക്രിസ്പിനെസ്സും ആണ്. ഇത് മയണൈസോ സോസോ ഉപയോഗിച്ചിട്ട് കഴിക്കാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.